സംസ്ഥാനത്തെ വന്യജീവാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലുള്ള പ്രത്യേക ലൈവത്തോണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മളിനി ആ കണക്കുകളിലേക്ക് പോവുകയാണ്. 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 909 പേരാണ്. 7492 പേർക്ക് പരിക്കേറ്റു. 68 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായെന്നും സർക്കാരിന്റെ കൈവശമുള്ള കണക്കുകൾ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 85 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. MG പ്രതീഷ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. പ്രതീഷ്, ആ കണക്കുകൾ എങ്ങനെയാണ് പ്രതീഷ്? ഉന്മേഷ, സംസ്ഥാനത്തുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. കാരണം നേരത്തെ ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 8 വർഷത്തിനിടെ 909 പേരാണ് വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 1,00,000-ലധികം വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായി എന്നതാണ് ഔദ്യോഗികമായി തന്നെ കണക്ക്. കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞാൽ 55,839 വന്യജീവി ആക്രമണങ്ങൾ 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഉണ്ടായി എന്നതാണ് വനംവകുപ്പ് തന്നെ അറിയിക്കുന്നത്. ഇതിൽ 909 പേർ മരണപ്പെട്ടു, 7,492 പേർക്ക് പരിക്കേറ്റു എന്നതാണ് വനംവകുപ്പ് അറിയിക്കുന്ന കാര്യം. മാത്രമല്ല, ഈ ആക്രമണത്തിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. 68 കോടി രൂപയുടെ കൃഷിനാശമാണ് ഈ കാലയളവിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ വർഷങ്ങളുടെ കണക്കെടുത്താൽ 2023, അതായത് കഴിഞ്ഞ വർഷം 5,500 വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായി. 5,500 വന്യജീവി ആക്രമണങ്ങളിൽ 85 പേർ, കഴിഞ്ഞ വർഷം മാത്രം 85 പേർ കൊല്ലപ്പെട്ടു എന്ന് വനംവകുപ്പിന്റെ തന്നെ കണക്കുകൾ പറയുന്നുണ്ട്. ഇതിൽ 817 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഈ മുൻവർഷം 2022 കണക്കെടുത്താൽ 7,515 വന്യജീവി ആക്രമണങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. അതിൽ 111 പേർ കൊല്ലപ്പെട്ടു, ഒപ്പം 1,211 പേർക്ക് പരിക്കേറ്റു. ഓരോ വർഷം കഴിയുന്തോറും ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ വർഷത്തെ കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ പല വാർത്തകളിലൂടെയും ഒക്കെ തന്നെ വന്ന കണക്ക് പ്രകാരം ഈ കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഓരോ ദിവസങ്ങളിലും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, വ്യാപകമായ കൃഷിനാശങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ പ്രായോഗികമായ നടപടികൾ സ്വീകരിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ പോലും വലിയ തരത്തിലുള്ളൊരു മാറ്റം ഈ കണക്കുകൾ തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമുക്ക് ഇത് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല, ഈ വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവർക്കും ഒപ്പം പരിക്കേൽക്കുന്നവർക്കും നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും എല്ലാവർക്കും ഈ നഷ്ടപരിഹാരം എത്തുന്നില്ല എന്നതുകൂടി നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് ചില രേഖകൾ ഹാജരാക്കാത്തത് മൂലമുള്ള സാങ്കേതിക പ്രശ്നങ്ങളെന്ന വിശദീകരണമാണ് വനംവകുപ്പ് നൽകുന്നത്. അതേസമയം ഇപ്പോഴും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും ഉൾപ്പെടെ നാശനഷ്ടം സംഭവിച്ച വകയിൽ ഈ ധനസഹായം ലഭ്യമാക്കാനുണ്ടെന്നും നിയമസഭയിൽ വനം മന്ത്രി തന്നെ നൽകിയ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം ഈ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം, പരിക്കേൽക്കുന്നവരുടെ എണ്ണം, കൃഷിനാശം, ഈ കണക്കുകളും ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഉന്മേഷ. ശരി, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.